കഴിഞ്ഞ ദിവസം NDTV പുറത്തുവിട്ടൊരു സർവേ റിസൾട്ട് ഒരുപക്ഷേ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സർവേ റിസൾട്ടിൽ കുറേ അപാകതകളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അപാകത എന്ന് പറയുന്നത് 14.9% കിട്ടിയ ആളെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ച ഒരു ബാറിനേക്കാൾ ചെറുതാണ് 19%-ന് മുകളിൽ വോട്ട് കിട്ടിയിട്ടുള്ള വ്യക്തിയുടെ ബാർ എന്നുള്ള തരത്തിലൊക്കെയുള്ള സാങ്കേതിക സാധനങ്ങളൊക്കെ അതിൽ ഒരുപാടുണ്ട്. അത് ചിലപ്പോൾ അവർ അസ്യൂം ചെയ്തപ്പോൾ, അതായത് 3 മുന്നണികളാണ് മത്സരിക്കുന്നത് എന്ന ഈ രീതിക്കൊക്കെ അസ്യൂം ചെയ്ത സമയത്ത് ചെറിയ അബദ്ധമായിരിക്കാം, അതല്ലെങ്കിൽ ഇൻറ്റൻഷനലി ചെയ്തതായിരിക്കാം. എന്തായാലും അത് വിടാം. പക്ഷേ ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, കോൺഗ്രസിൽ നിന്ന് ആരാണ് മുഖ്യമന്ത്രി ആവണമെന്നുള്ള ചോദ്യത്തിന്, അതല്ലെങ്കിൽ UDFന് ഭരണം കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി ആരാകണമെന്നുള്ള ചോദ്യത്തിന് ഭൂരിപക്ഷം ആളുകൾ ഉത്തരം കൊടുത്തിട്ടുള്ളത് VD സതീശനാകണമെന്നുള്ളതാണ്. അതിന് പുറമെ തന്നെ ഈ പറയുന്ന ഒരു സർവേ മുന്നോട്ട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് പിണറായി വിജയനേക്കാൾ ജനപിന്തുണ, അല്ലെങ്കിൽ KK ശൈലജയേക്കാൾ ജനപിന്തുണ, മുഖ്യമന്ത്രിയാകാനുള്ള പിന്തുണ എന്ന് പറയുന്നത് VD സതീശനുണ്ട് എന്ന തരത്തിലുള്ള ഒരു കണക്കാണ് ഈ ഒരു സർവേ പ്രകാരം NDTV ജനങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. പക്ഷേ ഇതിൽ ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ UDFന് അധികാരം കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ആര് മുഖ്യമന്ത്രി ആവണം എന്നുള്ളതിൻ്റെ ഒരു അഭിപ്രായമാണ്, അതൊരു സത്യസന്ധമായ അഭിപ്രായമാണെന്ന് കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു റേസിൽ VD സതീശൻ മുന്നിലെത്തി എന്നുള്ളതാണ്. VD സതീശനോട് അതിൽ മത്സരിക്കാനുള്ള ഒരേ ഒരു പേരുകാരൻ കോൺഗ്രസിൽ നിന്നുള്ളത് നമ്മുടെ ശശി തരൂർ മാത്രമാണ്, വേറെ ആരും തന്നെ ഇല്ല എന്നുള്ളതാണ്. അതായത് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഹൈക്കമാൻഡിൻ്റെ നോമിനി ആയിട്ടുള്ള KC വേണുഗോപാലാണെന്നോ, അതല്ലെങ്കിൽ NSSൻ്റെ നോമിനി ആയിട്ടുള്ള രമേശ് ചെന്നിത്തല വേണമെന്നോ, ഇത്തരത്തിലുള്ള അഭിപ്രായങ്ങൾക്കൊന്നും തന്നെ അവിടെ കാര്യമായിട്ടുള്ള ഒരു പരിഗണന ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിലെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. VD സതീശനാണ് UDFൽ ആരെ മുഖ്യമന്ത്രി ആവണം എന്നുള്ള ചോദ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കപ്പെടുന്നത്. പക്ഷേ NDTV ഇതിലൊരു കുറുക്കൻ്റെ ബുദ്ധി കൂടെ കാണിച്ചിട്ടുണ്ട്. അതായത് NDTVയുടെ ആ ഒരു റിസൾട്ട്, ഇനി NDTVക്ക് ആ ഒരു ഉദ്ദേശം ഉണ്ടോ എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും ആ റിസൾട്ട് എടുത്തിട്ട് ചർച്ച ചെയ്തിട്ടുള്ള മലയാളത്തിലെ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരത്തരത്തിലൊരു ബുദ്ധി കാണിച്ചു. അവർ VD സതീശനാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്ന തരത്തിലൊക്കെ ഉള്ളതും, അതല്ലെങ്കിൽ അടുത്ത തവണ കോൺഗ്രസ് ജയിക്കാൻ പോകുന്ന എന്നുള്ള തരത്തിലുള്ള ഒരു പ്രതീതിയൊക്കെ കേരളത്തിൽ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ട്. അതിലൊരു പരിധിവരെ അവർ വിജയിച്ചിട്ടുമുണ്ട്. പക്ഷേ ആ ഒരു റിസൾട്ടിൻ്റെ യഥാർത്ഥ കണക്കുകൾ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പിണറായി വിജയനും KK ശൈലജയുമാണ് അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള CPMൽ നിന്നുള്ള, അല്ലെങ്കിൽ LDFൽ നിന്നുള്ള പ്രധാന നോമിനികൾ എന്ന് പറയുന്നത്. ഈ 2 നോമിനികൾക്കിടയിൽ അവരുടെ വോട്ട് വീതം വെച്ച് പോയിരിക്കുകയാണ്. അതായത് ഒരുപക്ഷെ പിണറായി വിജയൻ വേണമെന്ന് ഒരാൾ ആവശ്യപ്പെടുന്നു, ഒരു CPM കാരൻ, അതല്ലെങ്കിൽ ഒരു CPM അനുഭാവിയോ, അതല്ലെങ്കിൽ ഒരു നിഷ്പക്ഷനോ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവണമെന്ന് പറയുന്നു. അതേസമയം മറ്റൊരാൾ പറയുന്നത് KK ശൈലജ മുഖ്യമന്ത്രി ആവണമെന്നാണ്. ഏകദേശം ഈ 2 കൂട്ടരും കൂടെ, അതായത് ഈ 2 വോട്ടും കൂടെ കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 34%-ന് മുകളിൽ വോട്ട് ശതമാനം കിട്ടിയിരിക്കുന്നത് LDFന് തന്നെയാണ്. ഇനി UDFന് കിട്ടിയ കണക്കെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശശി തരൂരിനും ഈ പറയുന്ന നമ്മുടെ VD സതീശനും കൂടെ കിട്ടിയിട്ടുള്ളത് ഏകദേശം 32%, കുറച്ച് ദശാംശം മാത്രമാണ് വോട്ട് കിട്ടിയിട്ടുള്ളത്. അതായത് 2 കൊല്ലത്തെ 2 ടേമിലെ തുടർ ഭരണത്തിന് ശേഷവും ഈ പറയുന്ന LDF ഗവൺമെൻറ് തന്നെ വീണ്ടും വരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ശരിക്ക് ആ സർവേയിൽ പങ്കെടുത്തവരും കൂടുതലും എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇവരത് ഇൻഡിവിജ്വലി വീതം വെച്ചതിൻ്റെ കൂട്ടത്തിൽ ഇവർ അത് VD സതീശന് ഒരു ചെറിയ എഡ്ജ് ഉണ്ട് എന്നുള്ള തരത്തിൽ പ്രൊജക്റ്റ് ചെയ്യുകയും VD സതീശൻ അടുത്ത മുഖ്യമന്ത്രി ആവാൻ യോഗ്യനൊക്കെ എന്നുള്ള തരത്തിലൊക്കെയായി ഈ വാർത്തകൾ വരുന്നത്. എന്തായാലും മുഖ്യമന്ത്രി കസാരയ്ക്ക് വേണ്ടിയിട്ട് UDFൽ കടിപിടി കൂടിക്കൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ അവരെ അസ്വസ്ഥമാക്കുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ഒരു പണിയും ഇല്ലാത്തവർ ചെയ്ത സർവേ, എൻ്റെ പേരില്ലാഞ്ഞത് നന്നായി എന്നാണ് രമേശ് ചെന്നിത്തല ഈ സർവേയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ പറഞ്ഞത്. അതായത് ഈ പറയുന്ന ഒരു കീ പൊസിഷന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ തക്കോൽ സ്ഥാനത്തിന് വേണ്ടിയിട്ട് മത്സര രംഗത്തുള്ളവരൊക്കെ തന്നെയും ഈ ഒരു സർവേയുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു റേസ് നടക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടും അവരൊക്കെ തന്നെയും അസ്വസ്ഥരാണ് എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണം കൂടെയാണ് രമേശ് ചെന്നിത്തലയുടെ വായിൽ നിന്ന് വന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അധികാരം കിട്ടിയിട്ടൊന്നുമില്ല, കിട്ടുമോ എന്നുള്ള കാര്യം ഉറപ്പായിട്ടുമില്ല. എന്തായാലും ഒരു ഓളം സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു 2-3 മാസം മുൻപായിരുന്നു എന്നുണ്ടെങ്കിൽ പിണറായി വിജയൻ തന്നെ വീണ്ടും ഭരിക്കുമെന്നുള്ളൊരു പ്രതീതി ആയിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നതെങ്കിൽ, എന്തായാലും സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസ്, മറ്റു കാര്യങ്ങളൊക്കെ തന്നെ വാർത്തകൾ സൃഷ്ടിക്കുന്നതിലൂടെയും എന്താണെന്ന് പറയുക, ഒരു പ്രത്യേക തരത്തിലൊരു ഓളമാണ് അവർ സൃഷ്ടിച്ചെടുക്കുന്നത്. അതിപ്പോൾ ഒരുപക്ഷെ അവരുടെ മീഡിയ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന കനകോലുവിനെ പോലുള്ള ആളുകളൊക്കെ തന്നെയും ആയിരിക്കാം. അവർക്കൊക്കെ ഒരുപാട് പണം മുടക്കിയിട്ടാണ് കോൺഗ്രസ് ഈ ഒരു ഇലക്ഷനെ നേരിടാൻ പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു ജയിക്കുമെന്നുള്ളൊരു പ്രതീതിയാണല്ലോ ആദ്യം ഉണ്ടാക്കിയെടുക്കേണ്ടത്. അതിൻ്റെ ഭാഗമായിട്ടാണോ എന്നറിയില്ല. എന്തായാലും അതൊരു പരിധിവരെ വിജയിച്ചു എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്നൊക്കെ വ്യക്തമാകുന്നത്. ഇപ്പോൾ കുറച്ചായിട്ട് കഴിഞ്ഞ 1 മാസമായിട്ട് എന്തായാലും
ആളുകൾ വിചാരിക്കുന്നത് പിണറായി വിജയനോ അതല്ലെങ്കിൽ LDF-ന് ഒരു മൂന്നാമത്തെ അവസരം കേരളം കൊടുക്കില്ല എന്ന തരത്തിലുള്ള ഒരു സാധനമാണ്. ബാക്കിയൊക്കെ തന്നെ ഇനി അടിയൊഴുക്കുകളെ സംബന്ധിച്ചും അല്ലെങ്കിൽ വോട്ട് എങ്ങോട്ട് ഷിഫ്റ്റ് ആവും, എങ്ങനെ വോട്ടുകളുടെ കൺസോളിഡേഷൻ നടക്കും, BJP എത്രമാത്രം വോട്ട് പിടിക്കും എന്നുള്ള സാധനത്തിനെയൊക്കെ തന്നെയും ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും എന്തായാലും ഈ പറയുന്ന റിസൾട്ട് വരാൻ പോകുന്നത്. എന്തായാലും ഈ ഒരു NDTVയുടെ ഒരു സർവേ റിസൾട്ടിൽ കൂടെ മറ്റൊരു കാര്യം കൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇനി എങ്ങാനും UDF-ന് അധികാരം കിട്ടുന്നൊരു സാഹചര്യം ഉണ്ടായാൽ ഡെഫിനറ്റായിട്ടും ഈ പറയുന്ന മുഖ്യമന്ത്രി കസാരയ്ക്ക് വേണ്ടിയിട്ട് ഒരു പിടിവലി ഉണ്ടായിരിക്കും. അപ്പോൾ VD സതീശനും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും എന്തിന് K സുധാകരനും അതല്ലെങ്കിൽ ഇനി സമവായത്തിന് എന്നുള്ള നിലയ്ക്ക് മറ്റ് പലതരത്തിലുള്ള ലൊട്ടിലൊടുക്ക് നേതാക്കന്മാരൊക്കെ തന്നെയും ഈ ഒരു മുഖ്യമന്ത്രി കസാരയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അവസാനം ഹൈക്കമാൻഡിൽ നിന്ന് കെട്ടിയിറക്കുന്നതോ അതല്ലെങ്കിൽ ഹൈക്കമാൻഡ് സപ്പോർട്ട് ചെയ്യുന്നതോ ആയിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും എന്തായാലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആവുക, UDF അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ. സോ അത്തരമൊരു സാഹചര്യത്തിൽ ഈ ജനപിന്തുണ VD സതീശനാണ് എന്ന തരത്തിലുള്ള ഒരു സാധനം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതിനുശേഷം മുഖ്യമന്ത്രിയായിട്ട് VD സതീശൻ വരാത്ത ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരുപക്ഷെ ഒരു 50 സാംസ്കാരിക നായകരെല്ലാവരും കൂടെ ചേർന്നിട്ടൊരു നിവേദനം ചിലപ്പോൾ ഹൈക്കമാൻഡിന് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അത് ചിലപ്പോൾ കൽപ്പറ്റ നാരായണൻ മുതൽ കാരശ്ശേരി മാഷ് വരെ ഒപ്പിടുന്ന ഒരു നിവേദനം ചിലപ്പോൾ ഹൈക്കമാൻഡിലേക്ക് എത്തും. ജനസമ്മതനായ VD സതീശനെ ഒഴിവാക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. എന്തായാലും അത്തരത്തിൽ ഒരുപാട് തർക്കങ്ങളൊക്കെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മിക്കവാറും KC വേണുഗോപാലായിരിക്കും ഹൈക്കമാൻഡിൻ്റെ താല്പര്യത്തോട് കൂടിയിട്ട് മുഖ്യമന്ത്രിയായിട്ട് കേരളത്തിലേക്ക് വരാൻ പോകുന്നത് എന്നുള്ളതാണ്. ഞാനത് ജസ്റ്റ് എൻ്റെ ഒരു കണക്കൂട്ടിൽ പറഞ്ഞതാണ്. കാരണം KC വേണുഗോപാലിൻ്റെ കേരളത്തിലൊരു ഇടപെടലൊക്കെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നൊരു സംശയത്തിൻ്റെ പുറത്ത് പറഞ്ഞതാണ്. പിന്നീട് അദ്ദേഹം ഇവിടെ മത്സരിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്തായാലും ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടക്കാൻ പോവുകയാണ് നമ്മൾ. സ്ഥാനാർത്ഥി പ്രഖ്യാപനങ്ങളായിട്ടും സഖ്യരൂപീകരണങ്ങളൊക്കെ ആയിട്ട് വൻ ബഹളങ്ങളിലേക്ക് കടക്കാൻ പോവുകയാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ UDF ഒരു എഡ്ജ് എടുത്തിരിക്കുകയാണ് ഈ പറയുന്ന 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇനി അതിനെങ്ങനെയാണ്, ആരെ മുൻനിർത്തിയാണ് അല്ലെങ്കിൽ ഏത് കരുവിനെ മുന്നോട്ട് വെച്ചിട്ടാണ് LDF അതിനെ ടാക്കിൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഒരു പക്ഷേ വരും ദിവസങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും.